ഹായ് ഓൾ, എല്ലാവർക്കും റൈറ്റ് ബോർഡിൻ്റെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സ്കൂളിലൊക്കെ പോകാനുള്ളൊരു തിരക്കിലൊക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ജൂൺ എന്ന് പറയുന്നത് പൊതുവെ ഒരു പുതുമയാണ് എല്ലാവർക്കും. പുതിയ അധ്യയന വർഷം, പുതിയ ക്ലാസ്സുകൾ, പുതിയ കൂട്ടുകാർ, അങ്ങനെ എല്ലാം കൊണ്ടൊരു പുതുമയുള്ളൊരു സമയമാണ് ജൂൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ജൂണിൽ കുറച്ച് പുതിയ നല്ല ഹാബിറ്റ്സുകളൊന്ന് പഠിച്ചാലോ? സ്കൂളൊക്കെ തുറക്കാൻ പോവല്ലേ. ഇപ്പം സ്കൂളിൽ ടോപ്പറൊക്കെ ആകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് നല്ല ഹാബിറ്റ്സുകളെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് പല ടോപ്പേഴ്സും ഫോളോ ചെയ്യുന്നൊരു മെത്തഡോളജിയാണ്. പല ടോപ്പേഴ്സും ഇത് അവരുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തിട്ടാണ് വിജയം കണ്ടെത്തിയിരിക്കുന്നത്. കുട്ടികൾ മാത്രമല്ല, നമ്മൾ കാണുന്ന ലോക പ്രശസ്തരായിട്ടുള്ള ഒരുപാട് ആൾക്കാരും ഈ ഒരു മെത്തഡോളജിയാണ് അവരുടെ ലൈഫിൽ ഫോളോ ചെയ്യുന്നത്. ഒന്നാമത്തേന്ന് പറയുന്നത്, നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ളൊരു ഡെയിലി പ്ലാൻ വേണം. ഇപ്പം നിങ്ങൾ ചിലപ്പം രാത്രി വൈകി കിടക്കുന്ന ആളായിരിക്കും, രാത്രി വൈകി പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടിയായിരിക്കും, അതല്ല രാവിലെ എണീറ്റിരുന്ന് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടിയായിരിക്കും. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് വളരെ കറക്റ്റായിട്ടുള്ളൊരു പ്ലാൻ വേണം. അപ്പോൾ നിങ്ങൾ എന്ത് സബ്ജക്റ്റാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്, എത്ര പോർഷൻ വരെ തീർക്കും, എത്ര സമയം വരെ തീർക്കും എന്നൊക്കെയുള്ളത് വളരെ കറക്റ്റായിട്ട് നിങ്ങൾ എഴുതി വെക്കണം. അത് നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് എഴുതി വെക്കണം. എഴുതിയിട്ട് നിങ്ങൾ ആ ദിവസം പിറ്റേ ദിവസം തുടങ്ങി പിറ്റേ ദിവസം എൻഡ് ചെയ്യുമ്പോഴത്തേക്കും ആ ഡെയിലി നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെ, എഴുതി വെച്ച കാര്യങ്ങൾ എന്തൊക്കെ നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നോക്കണം. വെറുതെ പ്ലാനർ വെച്ച് എഴുതിയിട്ട് കാര്യമില്ല. പിന്നെ ആ ഒരു ദിവസം അവസാനിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്തുമാത്രം അത് അച്ചീവ് ചെയ്യാൻ പറ്റിയെന്നുള്ളതും നിങ്ങൾ നോക്കണം. അപ്പോൾ എല്ലാ കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ പറ്റണം നിർബന്ധമൊന്നുമില്ല. എന്നാലും അതിലൊരു 90% നിങ്ങളത് അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു റിസൾട്ടിനെയൊക്കെ നെക്സ്റ്റ് ഒരു 1 മന്ത് അല്ലെങ്കിൽ 2 മന്ത്സ് പരീക്ഷ വരുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ ഡെയിലി പ്ലാൻ എന്ന് പറയുന്നത് വളരെ മസ്റ്റാണ്. പിന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് ടൈം മാനേജ്മെൻറ്റ്. ടൈം മാനേജ്മെൻറ്റ് കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. ഇപ്പം ചില കുട്ടികളുണ്ടാവും കണക്ക് മാത്രം ഇഷ്ടമുള്ള കുട്ടികൾ, അവരിങ്ങനെ കണക്ക് തന്നെ പഠിച്ചുകൊണ്ടിരിക്കും. ചിലരുണ്ടാവും ആർട്സ് സബ്ജക്റ്റ് ഇഷ്ടമുള്ള കുട്ടികൾ, അവർ കണക്ക് കൈകൊണ്ട് തൊടത്തില്ല. അപ്പം ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ഇപ്പം നിങ്ങൾ പിന്നെ എല്ലാ ദിവസവും എല്ലാ സബ്ജക്റ്റും പഠിക്കാൻ കുറച്ച് സമയമെങ്കിലും മാറ്റി വയ്ക്കണം. ഇപ്പം നിങ്ങൾക്ക് കണക്കാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ ഓക്കെ, കണക്ക് കൂടുതൽ സമയം പഠിച്ചോളൂ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറോ മറ്റ് സബ്ജക്റ്റിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും ഒരേപോലെ വർക്ക് ആകത്തില്ല. അതുകൊണ്ടാണ് ഈ ഒരു ടൈം മാനേജ് ചെയ്ത് തന്നെ ഓരോ സബ്ജക്റ്റും പഠിക്കണം എന്ന് പറയുന്നത്. ടൈം മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് പഠിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, നിങ്ങളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും പിന്നെ എൻ്റർടൈൻമെൻറ്റ്സിനും എല്ലാത്തിനും നിങ്ങളത് നോക്കണം. എത്ര മണി തൊട്ട് എത്ര മണി വരെ ഞാൻ കളിക്കും, എത്ര മണി തൊട്ട് എത്ര മണി വരെ ഞാൻ എൻ്റെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിക്ക് ചിലവാക്കും, അതിനൊക്കെ ഒരു സമയബന്ധിതമായിട്ടുള്ളൊരു അപ്രോച്ച് ആയിരിക്കും നന്നാകുക. അടുത്തത് കുട്ടികൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, പേരൻസിന് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ ഡിറ്റോക്സിങ്. മസ്റ്റായിട്ട് ഇന്നത്തെ കാലത്ത് നമ്മൾ പാലിക്കേണ്ട ഒരു കാര്യമാണ് ഡിജിറ്റൽ ഡിറ്റോക്സിങ് എന്ന് പറയുന്നത്. നമ്മൾ ആവശ്യമില്ലാതെ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെയുള്ള റീലുകൾ നോക്കിക്കൊണ്ടിരിക്കുന്ന പ്രവണതയുണ്ട്. ഇപ്പം നോക്കേണ്ടെന്നല്ല പറയുന്നത്, നോക്കിക്കോളൂ, പക്ഷേ അതിനും ഈ പറയുന്ന മാതിരി ഒരു സമയക്രമം വേണം. ഇപ്പം മാക്സിമം കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ കൂടിപ്പോയി ഒരു 10 തൊട്ടൊരു 20 മിനിറ്റ് വരെ അതിൻ്റെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ റീലിൻ്റെ പുറകിൽ ഇരിക്കാൻ പാടില്ല. കാരണം അത് നമ്മുടെ സമയത്തിന് വെറുതെ കൊല്ലുന്നതാണ്. ഈ റീൽ കണ്ടുകൊണ്ടിരുന്നിട്ട് അവസാനം പിന്നെ നമ്മൾ കിടക്കാൻ നേരത്ത് ആകുമ്പോൾ നമുക്ക് ഗിൽറ്റി ഫീലിംഗ് വരെയോ, ഞാൻ ഇന്നൊന്നും പഠിച്ചില്ല അല്ലെങ്കിൽ വെറുതെ റീൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പം ഈ ഒരു ജൂണിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡിജിറ്റൽ ഡിറ്റോക്സിങ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്തതെന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻഫർമേഷൻ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കണം. ഇൻഫർമേഷൻ ഗ്യാപ്പ് ഫില്ല് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് നടത്തി, ആ ടെസ്റ്റിൽ നിങ്ങൾക്ക് പിന്നെ മാർക്ക് കുറഞ്ഞു, ഓക്കെ, കുഴപ്പമില്ല. എന്നിട്ട് നിങ്ങൾ തിരിച്ച് പരീക്ഷാ പേപ്പർ കൊണ്ടുവന്ന് എന്താ ചെയ്യുക? നേരെ ടേബിളിൻ്റെ അകത്തോട്ട് ഇടും അല്ലേ. അപ്പോൾ ടേബിളിൻ്റെ അകത്തോട്ട് ഇട്ട് പിന്നെ അത് തുറന്ന് നോക്കത്തില്ല. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ ആ പരീക്ഷാ പേപ്പർ നോക്കിയിട്ട് അതിൽ നിങ്ങൾക്ക് ഏതൊക്കെ കൺസെപ്റ്റ്സ് ആണോ മനസ്സിലാകാതെ പോയത്, ആ കൺസെപ്റ്റിനെ കുറിച്ചിട്ട് നിങ്ങൾ വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടാക്കണം. ഇപ്പോൾ പല കുട്ടികളും ആ ഒരു പേപ്പർ പിന്നീട് എടുത്ത് നോക്കാത്തതിൻ്റെ ഒരു കാരണം ഒരു ഫിയർ ഓഫ് ഫെയിലുവർ അല്ലെങ്കിൽ ഫിയർ ഓഫ് റിജക്ഷൻ എന്നൊക്കെ പറയുന്നൊരു കാര്യം കൊണ്ടാണ്.
ഇപ്പോൾ നമ്മൾ ചില പുസ്തകം ഇങ്ങനെ എടുത്ത് നോക്കി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ടോപ്പിക്ക് കാണുമ്പോഴത്തേക്കും അതെവിടെയോ കേട്ട് മറന്നതുപോലെ നമുക്കറിയാം. പക്ഷെ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാതെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഒരു മൈൻഡ് സമ്മതിക്കത്തില്ല, ഇതറിയത്തില്ല എന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ഇത് നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ മൈൻഡ് കാണിക്കത്തില്ല. അത് ബ്രെയിനിൻ്റെ ഒരു പ്രത്യേകതയാണ്. ബ്രെയിൻ എപ്പോഴും കംഫർട്ടായിട്ടുള്ളതിൽ മാത്രമേ നിൽക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ശരി ഇതെനിക്ക് അറിയാം, ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ കേട്ടിട്ടുള്ള കാര്യം മാത്രം വെച്ചിട്ട് പരീക്ഷയ്ക്ക് പോയത് നിങ്ങൾക്കത് കുറച്ച് അറിയത്തുള്ളെങ്കിൽ അത് ഡെഫിനറ്റ്ലി നിങ്ങളത് ക്ലാരിഫൈ ചെയ്ത് പോകണം. ഇപ്പം റൈറ്റ് ബോർഡിലെ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് ഗ്രൂപ്പ്സ് ഉണ്ട്, ടീച്ചേഴ്സിൻ്റെ ഗ്രൂപ്പ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം. ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാവുന്നതാണ്. അത് നമ്മൾ കൃത്യമായിട്ട് ക്ലാരിഫൈ ചെയ്ത് തന്നെ അത് പോകത്തുള്ളൂ. അടുത്തൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് സെൽഫ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ ആ കഴിവ് പ്രദർശിപ്പിക്കാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളത് യൂസ് ചെയ്യണം. അതിപ്പോൾ നിങ്ങൾ ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനൊരു ഓപ്പർച്യൂണിറ്റി വന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോയി ചോദിക്കാൻ മടിക്കേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ എൻ്റെ സ്കൂളിൽ പണ്ട് കയ്യെഴുത്ത് മാസികയുടെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ കയ്യെഴുത്ത് മാസിക എന്ന് പറയുന്നത് ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണ്. ഒരു 100 പേജോളമൊക്കെ നമ്മൾ ഹാൻഡ് റിട്ടൺ ആയിട്ട് ചെയ്യണം. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ പലർക്കും അത് ഏറ്റെടുക്കാൻ മടിയായിരുന്നു. പക്ഷേ എനിക്ക് എഴുത്ത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ബേസിക്കലി ഒരു ജേർണലിസ്റ്റാണ്. സോ എനിക്ക് എഴുത്ത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ പോയിട്ട് സാറിനടുത്ത് ചോദിച്ചു, സാറേ എന്നെ അതിൻ്റെ എഡിറ്ററാക്കാമെന്ന് വെച്ചു. അതിന് ചടപ്പൊന്നും വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ അങ്ങനെ ഒരു ചാൻസ് വന്നില്ല എന്നുണ്ടെങ്കിൽ ആ ചാൻസ് ഗ്രാബ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളുടെ ആവശ്യമാണ്. എന്നിട്ട് സാറിന് സന്തോഷമായി, കാരണം വേറെ ആരും ഇതിന് റെഡിയല്ല. സാറോട് എന്നാൽ പിന്നെ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ സാർ എനിക്ക് പ്രോപ്പറായിട്ടുള്ള നിർദ്ദേശങ്ങൾ തന്നു. അങ്ങനെ നമ്മൾ കയ്യെഴുത്ത് മാസിക പുറത്തിറക്കി ആ മാഗസീന് സ്റ്റേറ്റ് ലെവലിൽ നല്ല ഇത് കിട്ടി, നല്ല അപ്രീസിയേഷൻ കിട്ടി. നമുക്ക് ബെസ്റ്റ് കയ്യെഴുത്ത് മാസികയ്ക്കുള്ള അവാർഡ് വരെ കിട്ടി. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ഇൻ ദ സെൻസ് ഞാൻ BA മാസ് കമ്മ്യൂണിക്കേഷനാണ് പഠിക്കാനെടുത്തത്. അപ്പം ആ സബ്ജക്റ്റിന് അല്ലെങ്കിൽ അതിൻ്റെ ഇൻ്റർവ്യൂവിന് പോയപ്പോഴത്തേക്കും എനിക്കത് നല്ലപോലെ യൂസ്ഫുൾ ആയിരുന്നു. അവിടെ ഇൻ്റർവ്യൂവിന് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് നിങ്ങളുടെ നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനത്തെ സ്കിൽസൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവരുടെ ഫ്രണ്ടിൽ കാണിക്കാനായിട്ട് 150 പേജിൻ്റെ കയ്യെഴുത്ത് മാസിക ഉണ്ടായിരുന്നു, എഡിറ്റർ ഇൻ ചീഫ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അത് സത്യം പറഞ്ഞാൽ ജേർണലിസത്തിൻ്റെ ഒരു ബാലപാഠം എന്നെ പഠിപ്പിക്കുക കൂടിയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സെൽഫ് റിഫ്ലക്ഷനുള്ള ഇത് വരുമ്പോഴത്തേക്ക് നിങ്ങളത് മസ്റ്റായിട്ട് ആ ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്യണം. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാൻ ഇരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഡെസ്കും ആ ഒരു പ്ലേസും വൃത്തിയാക്കിയിട്ട് വെക്കണം. നിങ്ങളുടെ സ്റ്റഡി ടേബിൾ നിങ്ങൾ മസ്റ്റായിട്ടും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിട്ട് മാത്രമേ പഠിക്കാനിരിക്കാവൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അലവലാതെയായിട്ട് കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ പഠിക്കാനുള്ളൊരു മൂഡ് നഷ്ടപ്പെടും. അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു ബേസിക് ആയിട്ടുള്ള സ്റ്റഡി ഹാബിറ്റുകൾ. ഈ ഹാബിറ്റുകൾ കേൾക്കുമ്പോൾ ചെറുതാന്ന് തോന്നും, പക്ഷേ ഒരുപാട് ടോപ്പേഴ്സ് ഇത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇപ്പം IAS IPS ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ നിരന്തരം ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹാബിറ്റുകളാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ റൈറ്റ് ബോർഡിൽ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കോൺടാക്ട് നമ്പർ എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ റൈറ്റ് ബോർഡിൽ പുതിയ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി.